ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലർക്കും വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. പലരും നമ്മളോട് ചോദിക്കാറുള്ള വിഷയമാണ് എന്താണ് NPS അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് റിട്ടയർമെൻറ്റിന് ശേഷം ഉള്ള വരുമാനത്തിന് NPS ആണോ അതോ മ്യൂച്വൽ ഫണ്ടാണോ കൂടുതൽ നല്ലത്, ഏതിൽ നിക്ഷേപിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അവർക്ക് പലപ്പോഴും കൺഫ്യൂഷൻ, റിസ്ക് ഉള്ളത് ഏതാണ്, റിസ്ക് ഇല്ലാത്തത് ഏതാണ്, അങ്ങനെ കുറേ വിഷയങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഇതാണ്: NPS വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ആദ്യം നമുക്ക് എന്താണ് NPS എന്താണെന്ന് നമുക്ക് നോക്കാം. NPS എന്ന് പറയുന്നത് ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ, നാഷണൽ പെൻഷൻ സ്കീം. ഇത് സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്, ഒരു സ്കീമാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റ് സേവിങ് സ്കീം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. NPSനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് NPS എന്താണെന്ന് അറിയുന്നവർ തീർച്ചയായിട്ടും ഇത് കാണണം. അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ സാധനം മനസ്സിലാവൂ എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടെ നിങ്ങൾ കാണണം. ഓക്കെ, ഒരു റെഫറൻസിന് അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ എന്താണ് NPSൻ്റെ പ്രധാനപ്പെട്ട, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എന്താണ് NPSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. 60 വയസ്സ് വരെയും ലോക്ക് ഇൻ പീരീഡ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിലും സേവിങ്സ് ആരംഭിക്കാം, പക്ഷെ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഈ റിട്ടയർമെൻറ്റിന് ശേഷം മാത്രമേ പണം നിങ്ങൾക്ക് മുഴുവനായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പാർഷ്യൽ വിഡ്രോവൽ നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി വരുന്നത് ടാക്സ് ബെനിഫിറ്റ് ആണ്. അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് വരുന്നത് ഏത് സെക്ഷനാണ്? 80CCD 1B എന്ന് പറയുന്ന ഒരു സെക്ഷൻ വഴി നിങ്ങൾക്ക് 50,000 രൂപ വരെ നിങ്ങൾക്കൊരു അഡീഷണൽ ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സിൻ്റെ കൺസൾട്ടൻറ്റുമായിട്ട് കുറച്ചുകൂടി വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പറയാനായിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, പിന്നെ ഇക്വിറ്റി പ്ലസ് ഡെറ്റ്, ഇതിനൊരു മിക്സ് എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ഫെസിലിറ്റി നമ്മുടെ NPSലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഡെറ്റും മിക്സ് ചെയ്ത് മാനേജ് ചെയ്യുമ്പോൾ ഇക്വിറ്റിയുടെ റിസ്ക് അതിലുണ്ടാവും, അതുപോലെ ഡെറ്റിൻ്റെ ഒരു സേഫ്റ്റിയും അതിലുണ്ടാവും. പക്ഷേ ഇതിൽ ലോങ് ടൈം നോക്കുമ്പോൾ എന്താണ്, നമുക്ക് വളരെ സേഫായിട്ട് കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഈ NPSൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ NPS നമ്മൾ ആദ്യം സംസാരിച്ചു. NPSൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് അല്ലേ. നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് വിശദീകരിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടും ശരിക്കും പറഞ്ഞാൽ മുഴുവനായിട്ട് പറഞ്ഞു തരുന്ന സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസും കൂടെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. എന്നാലും പ്രസക്തമായിട്ടുള്ള പോയിന്റ് നമ്മളിവിടെ താഴെ കൊടുക്കുന്നുണ്ട്, എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഇത് നമ്മൾ NPSും മ്യൂച്വൽ ഫണ്ടും നമ്മൾ പറയുന്നത് എന്തിനുണ്ട്, റിട്ടയർമെൻറ്റ് സേവിങ്സ് ആണോ പറയണത്. അപ്പോൾ SIP സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് എവിടെ പറ്റും, മ്യൂച്വൽ ഫണ്ടിൽ പറ്റും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 10 കൊല്ലം സേവ് ചെയ്തു, ഇനി നമുക്ക് അടയ്ക്കാൻ പറ്റില്ല, നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് നിർത്താം. അപ്പോൾ ആ 2 പരിപാടി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ പറ്റും. ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ NPSൽ 60 പൈസ വേണ്ടേ ഇത് വിഡ്രോ ചെയ്യാം, പക്ഷേ ഇവിടെ എന്താണ് അത് വേണ്ട. നമുക്ക് 60 പൈസ, ഇപ്പോൾ 50 പൈസ വരെ നമ്മൾ പേ ചെയ്തു, നമുക്ക് 50ാമത്തെ ഇതിൽ പൈസ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടി ഫുൾ വിഡ്രോ ചെയ്യാം, പാർഷ്യൽ വിഡ്രോ ചെയ്യാം. ഇതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ പറ്റും, പക്ഷേ NPSൽ പറ്റില്ല. ഇനി മ്യൂച്വൽ ഫണ്ടിൽ പറ്റുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇക്വിറ്റി ഡെറ്റ് ഹൈബ്രിഡ് ഫണ്ടുകൾ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ടൈം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ NPSനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമുക്ക് ഗ്രോത്ത് കിട്ടാൻ സാധാരണ മ്യൂച്വൽ ഫണ്ടിലായിരിക്കും. കാരണം ഈ ഇക്വിറ്റി ഫണ്ടുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഈ ശരിക്കും ELSS എന്ന് പറഞ്ഞൊരു സ്കീം മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആണ്, ഇക്വിറ്റി ലിങ്ക് സേവിങ്സ് സ്കീം. അപ്പോൾ അതിൽ നമുക്ക് 80Cയിൽ ശരിക്കും 1.5 ലക്ഷം വരെ നമുക്കൊരു എക്സംഷൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോങ് ടൈം സേവിങ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലുണ്ട്. അപ്പോൾ NPSും മ്യൂച്വൽ ഫണ്ടിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, എന്നിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്.
നമ്മൾ രണ്ടിനും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്താ ഒരു കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. ഈ ടാക്സ് ബെനിഫിറ്റിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ NPS ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ 80C പുറമെ നമുക്ക് 80CCD1B എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഒരു 50,000 നമുക്ക് ഒരു അധികമായിട്ടുള്ള ആനുകൂല്യം നമുക്ക് ലഭിക്കും ടാക്സിൻ്റെ ആംഗിൾ. എന്നാൽ മ്യൂച്വൽ ഫണ്ടിലോ ഈ ELSSന് 80Cയിൽ 1.5 ലക്ഷം ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നാൽ അധിക ആനുകൂല്യങ്ങൾ അത് കൂടാതെ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടില്ല എന്നുള്ളതാണ്. ഇനി ലിക്വിഡിറ്റി നോക്കിക്കഴിഞ്ഞാൽ NPSൽ നമുക്ക് 60 വയസ്സ് വരെ ലോക്കിനാണ്. അപ്പോൾ നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വിഡ്രോവൽ ഓപ്ഷനാണ് നമുക്ക് NPSൽ 60 വയസ്സിന് മുൻപ് പറ്റുള്ളൂ, അതിന് മെഡിക്കൽ എമർജൻസി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്. പക്ഷേ ലിക്വിഡിറ്റിയുടെ കാര്യത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹൈ ലിക്വിഡാണ്. നമുക്ക് ഈ ELSSൽ മാത്രം നമുക്ക് 3 കൊല്ലം ലോക്കിൻ പീരീഡ് ആണ്. പക്ഷെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റും ഇവിടെ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ. ഇനി റിട്ടേൺസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഹൈ റിസ്ക് ഉള്ള സ്കീമുകളുണ്ട്, ഹൈ റിട്ടേൺ ഉള്ള സ്കീമുകളുണ്ട്. NPSലാണെങ്കിൽ ഒരു മോഡറേറ്റ് റിസ്ക് ആണ്, അപ്പോൾ ഒരു മോഡറേറ്റ് റിട്ടേണും കൂടെ മാത്രമേ അതിൽ കിട്ടുള്ളൂ. ഇനി കോസ്റ്റ് ആണെങ്കിൽ NPS ശരിക്കും പറഞ്ഞാൽ ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജസ് വളരെ കുറവാണ്. അതൊരു കമ്പാരിറ്റീവ്ലി മ്യൂച്വൽ ഫണ്ട് വെച്ച് നോക്കുന്ന സമയത്ത്, മ്യൂച്വൽ ഫണ്ടിൽ NPS വെച്ച് നോക്കുന്ന സമയത്ത് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും, എക്സ്പെൻസ് റേഷ്യോ കോസ്റ്റിൻ്റെ കാര്യത്തിൽ. ഇനി റിട്ടയർമെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് NPS ആണെങ്കിൽ ഒരു പ്യുവർ ആയിട്ടുള്ള റിട്ടയർമെൻറ്റ് ടൂളാണ്. മീഡിയം റിസ്ക് മീഡിയം റിട്ടേൺ അങ്ങനത്തെ ഒരു ലിക്വിഡിറ്റി ഒന്നും ഇല്ലാതെ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ പ്യുവറായിട്ട് നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി മാത്രം സേവ് ചെയ്യാൻ വരുന്ന സ്കീമാണ് NPS. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ജനറൽ ഒരു വെൽത്ത് ക്രിയേഷനാണ്. അതൊരു ഫോക്കസ് ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ഒരു ഓപ്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ റിട്ടയർമെൻറ്റ് ഓപ്ഷനായിട്ട് നമുക്കൊരു യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കീമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സേവിങ്സ് ആവശ്യമാണെന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ആൻഡ് എന്താ പറയുക ഒരു ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമുക്ക് സേവിങ്സ് വേണം. അപ്പോൾ നമ്മൾ സേവിങ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ NPS ആയാലും മ്യൂച്വൽ ഫണ്ട് ആയാലും, അതായത് ടാക്സ് സേവിങ്സും അതുപോലെ റിട്ടയർമെൻറ്റിന് ഫോക്കസ് ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ NPS ആണ് കുറച്ചും കൂടെ നല്ലതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ കുറച്ച് ഉയർന്ന റിട്ടേൺ നല്ല റിട്ടേൺസും ഒക്കെ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടാണ് കുറച്ചുകൂടെ നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണ് നമ്മൾ പറയുമ്പോൾ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. NPS നമ്മൾ തുടങ്ങുക, ടാക്സ് ബെനിഫിറ്റ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ട് നമ്മൾ തുടങ്ങുക ഒരു വെൽത്ത് ക്രിയേഷൻ എന്നുള്ളതിൽ. അപ്പോൾ അതുകൊണ്ട് റിട്ടയർമെൻറ്റിനും നമ്മുടെ ലൈഫ് ഗോളിനും എന്താണ് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റിട്ടയർമെൻറ്റും പ്ലാൻ ചെയ്യണം എല്ലാവരും. കാരണം നമുക്ക് എന്താ പറയുക, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് എന്ന് പറയുന്നത് ഒരു 60-70 വയസ്സ് നമ്മുടെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് നമുക്ക് വരുമാനമില്ലാതെ എങ്ങനെ ജീവിക്കും എന്നുള്ളതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ് നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സേവിങ്സ് ഉണ്ടാവണം, നമുക്ക് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഉണ്ടാവണം. നിങ്ങൾ NPS ചെയ്താലും മ്യൂച്വൽ ഫണ്ട് ചെയ്താലും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് കുറച്ച് പൈസ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റിട്ടയർമെൻറ്റിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള പല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരു പക്ഷേ ആരോട് അഭിപ്രായം ചോദിക്കുമെന്നൊക്കെ ഒരു പക്ഷേ ആലോചിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്പാർക്ക് ചിലപ്പോൾ വീഡിയോ കണ്ടാൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്കും അത് കിട്ടി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പിന്നെ അത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള കുറേ വീഡിയോസ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു ഇൻഫർമേഷൻസ് ആണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും, കണ്ടന്റുമായിട്ട് ഞങ്ങൾ വരും. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.